ഓരോ ക്ലയൻസിനും ഓരോ ബഡ്ജറ്റാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 1000 വെഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 പേരും 1000 രീതിയിലാണ് ചിന്തിക്കുന്നത്. 1000 പേർക്കും 1000 ബഡ്ജറ്റാണ്. അവരുടെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ പല രീതിയിലാണ്. വരുന്ന ഗസ്റ്റുകൾ പല രീതിയിലാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവർ പറയും എൻ്റെ ഗസ്റ്റുകൾ ഇങ്ങനെയാണ്, സോ അവരെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അല്ലെങ്കിൽ ആ ഈ പറഞ്ഞ ആൾക്കാർക്ക് വരുന്നവർക്ക് അതൊരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഓരോ പോയിന്റ് എടുത്തിട്ടായിരിക്കും ഞങ്ങൾ ഇതിനെ വർക്കൗട്ട് ചെയ്യുന്നത്. എപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ഒരു വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. എപ്പോഴും ഡെക്കറേറ്റേഴ്സ് എന്താണ്, അല്ലെങ്കിൽ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് എന്താണ് എന്നുള്ള ഒരു വലിയൊരു ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ കിടപ്പുണ്ട്. ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇവന്റ് പ്ലാനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒന്നും വേണം ഒരു നിർബന്ധവും ഇല്ല. ചില നമ്മുടെ നാട്ടുപുറത്തുള്ള ആൾക്കാരുടെ മനസ്സിൽ കിടക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് ഡെക്കറേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് കേറ്ററിംഗ് ഇല്ല, അപ്പോൾ ഇവർ കമ്മീഷൻ ഏജന്റ് ആണ് എന്നുള്ളൊരു ഭയങ്കരമായ സംഭവമുണ്ട്. ശരിക്കും ഒരു പ്രോപ്പറായിട്ട് ഇവന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൺ പ്രൊഡക്ഷൻ കാണുന്നത് വളരെ കുറവാണ്. അവർക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോപ്പർ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി, ഈ ബഡ്ജറ്റിനകത്ത് ആ ക്ലയൻറ്റിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കി, ആ ഡിസൈൻ അതായത് എന്ന് ഇവർ കല്യാണം ബുക്ക് ചെയ്യുന്നു അത് മുതൽ ആ കല്യാണം നടത്തുന്നവരെ ഒരു ഫുൾ കൺസൾട്ടേഷൻ, അത് കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ അന്നത്തെ ഒരു പ്രോഗ്രാമിൻ്റെ മൊത്തത്തിലുള്ള കോർഡിനേഷൻ. ഈ കോർഡിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും വരാം. അതിൻ്റെ തുടക്കം ഒരു ഗസ്റ്റ് അകത്ത് കയറി ഇറങ്ങി തിരിച്ചു പോകുന്നത് വരെ ഒരു ഹോസ്പിറ്റാലിറ്റി സൈഡ് വരും, അവിടുത്തെ ഒരു ടെക്നിക്കൽ സൈഡ് വരും, അവിടുത്തെ ഈ പറഞ്ഞൊരു എൻ്റർടൈൻമെൻറ്റ് സൈഡ് വരും. ഇതുമായിട്ടുള്ള എല്ലാം ഒരു കോർഡിനേഷനാണ് ശരിക്കും ഒരു ഇവൻറ്റ് പ്ലാനർ ചെയ്യുന്നത്. അപ്പം അവർക്ക് ശരിക്കും അതിൻ്റെ ഒരു ഫീസ് ഉണ്ടാവും, ഒരു കൺസൾട്ടിങ് ചാർജോ അല്ലെങ്കിൽ സർവീസ് ചാർജോ അവർക്കുണ്ടാവും. ആ ഒരു സർവീസ് ചാർജ് ഇവർ വാങ്ങിക്കുന്നത് ഇതേപോലെ ഒരു ഫുൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു വൺ മാൻ ആർമി എന്നുള്ള രീതിയിൽ ഒരു പരിപാടി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പാടുള്ള കാര്യമാണ്. അങ്ങനെ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ അതൊരു ടീം ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ എളുപ്പമായി, കുറച്ചുകൂടെ ഒരു റിസ്ക് ഇല്ലാത്ത രീതിയിൽ പ്രൊഫഷണലി അതെ അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ ഒരു റിസ്ക് ഇല്ലാതെ നമ്മൾ ചെയ്യുക, ഒരു ബാക്കപ്പ് പ്ലാനുമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം.